World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. ദീപക്കിൻ്റെ പേര് ഞാൻ പരാമർശിച്ചു എന്നുള്ള സത്യമാണെങ്കിലും ആരെ വേണമെങ്കിലും തീരുമാനിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ അടുത്ത് ഇത്തവണ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറയിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. നിങ്ങൾ തന്നെ പല മാധ്യമങ്ങളിലും ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ചിലർ നിങ്ങളോട് തന്നെ ആവശ്യപ്പെടും. ഞാൻ അവരെയൊന്നും മോശക്കാരാക്കാതെ നിങ്ങൾ എൻ്റെ പേരും കൂടി ഒന്ന് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ പലരും ഇപ്പം അവരെ പിണക്കണ്ട, അവരുടെ പേരും കൂടി ഒന്ന് എഴുതിയേക്കാം അല്ലെങ്കിൽ ഒന്ന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് കൊടുത്ത ആൾ എന്നോട് തന്നെ പറയാറുണ്ട്, ഒന്ന് പേര് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊടുത്തു. എങ്ങനെയാണ് സാധ്യത? ഞാൻ പറയും എനിക്കറിഞ്ഞൂടാ, ഞാൻ ആരും പേര് പറയില്ലെന്ന്. ആരുടെയും പേര് പറഞ്ഞിട്ടുമില്ലായിരുന്നു. പക്ഷെ അവസാനം എൻ്റെ മുമ്പിൽ വന്നൊരു പ്രശ്നം, 2 പേരുടെ പേര് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു. ഒന്ന് എം ലിജുവിൻ്റെ പേരാണ് പറഞ്ഞത്, പിന്നെ ദീപക് ജോയിയുടെ പേരാണ് എൻ്റെ അടുത്ത്. ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പം ദീപക് ജോയി ആരെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇനി ഒരു പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന 2 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്ന പ്രസന്നകുമാറിൻ്റെ ചേട്ടൻ്റെ മകനാണ്. ഞങ്ങൾക്കൊക്കെ തമ്മിൽ ഒരുപാട് കുടുംബ ബന്ധമുണ്ട്. അതൊന്നും ഈ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പരിഗണനയിൽ ഭാഗമല്ല. അപ്പോൾ 2 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവസാന ഘട്ടമായി. ഞാൻ എം ലിജുവിനോട് വളരെ മുമ്പ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അങ്ങോട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ലിജു എന്നോട് പറഞ്ഞത് ലിജുവിന് അവിടെ തന്നെ അമ്പലപ്പുഴ തന്നെയാണ് മത്സരിക്കാൻ താല്പര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഈ അവസാനം വന്നപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ മറ്റു പല ഘടകങ്ങളും പരിഗണിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഘട്ടത്തിൽ തലേദിവസം എന്നോട് പറഞ്ഞപ്പോൾ ലിജുവിനെ ഒന്ന് എൻ്റെ കാര്യം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഘട്ടത്തിൽ എനിക്ക് പറ്റില്ല. അത് ലിജു മോശക്കാരനായതുകൊണ്ടല്ല, ലിജു നല്ല സ്ഥാനാർത്ഥിയാണ്, ലിജു അവിടെ ജയിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ധാരണ. പക്ഷേ എനിക്ക് ലിജുവിൻ്റെ പേര് പിന്താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ആണ് എന്നോടിത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദീപകിൻ്റെ പേരാണ് പറയുന്നത്. ഏത് തീരുമാനം എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു മറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ദീപക് ജോയിനെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സ്വാഭാവികമായിട്ട് എനിക്ക് വന്നു. അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഇനിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംഘടനാ പ്രവർത്തനത്തിൽ ഇന്ന പ്രത്യേക ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. എൻ്റെ സേവനം ഏതെങ്കിലും മേഖലയിൽ ഉപയോഗിക്കണമെന്ന് പാർട്ടി നേതൃത്വത്തിൽ തോന്നിയാൽ അപ്പോൾ ആലോചിക്കുകയും ചെയ്യും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന സ്ഥാനം വേണം, ഇന്ന സ്ഥാനത്തിരുന്ന് സേവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യം എനിക്ക് മാറിയപ്പോഴും ഇല്ല. ഞാൻ ആലോചിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. വെള്ളം കുടിപ്പിക്കാൻ പോകണം, അതൊരു അല്ല. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. ഞാനൊരു മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിന് ഇവിടെ വന്നു. അപ്പോൾ KN രവീന്ദ്രനാഥാണ് എതിർ സ്ഥാനാർത്ഥി LDFൻ്റെ. KN രവീന്ദ്രനാഥും ഞാനും ഇരിക്കുന്നുണ്ട്. KN രവീന്ദ്രനാഥ് അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് കേട്ടോ. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരാരെന്ന് ചോദിച്ചാൽ KN രവീന്ദ്രനാഥ് എന്നേ പറയുള്ളൂ. അത്രയും ആദർശനിഷ്ഠയും ഉള്ള ഒരാളാണ്. അപ്പം അന്നത്തെ കാര്യം പറയാം, ഇങ്ങനെ ഞങ്ങളിരിക്കുക. അപ്പോൾ അദ്ദേഹം വെള്ളം എടുത്ത് കുടിച്ചു. അപ്പം ഞാനിരുന്ന് ചിരിച്ചു, കാരണം എനിക്കറിയാം ഇതൊരു പണിയാണെന്ന്. പിന്നീട് ആ പടം രവീന്ദ്രനാഥ് തോറ്റു കഴിഞ്ഞപ്പോൾ ആ പടം പത്രത്തിൽ വരികയും ചെയ്തു. അതുകൊണ്ട് വെള്ളം പിന്നെ കുടിക്കാം.